ഹലോ ഓൾ നമ്മുടെ ചാനൽ സാധാരണ ചെയ്യുന്ന വീഡിയോസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഹൗ LLMs വർക്ക്, എങ്ങനെയാണ് ചാറ്റ് GPT പോലെയുള്ള ഡീപ് സീക്ക് പോലെയുള്ള ജെമിനി പോലെയുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ടെക്നിക്കലി ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എന്നെ അറിയാത്തവർക്കായി എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ, IIT മദ്രാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഇന്റലിൽ AI ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. XNY ലേണിംഗ് എന്ന് പറയുന്ന ഒരു EdTech സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു പ്രിക്കോഷൻ എന്നുള്ളത് കുറച്ച് മാത്തമാറ്റിക്കൽ ആണ്, എന്നാൽ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ചാറ്റ് GPT എന്നുള്ള ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വീഡിയോസ്, ഒരുപാട് കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ മലയാളത്തിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഒരു LLM വർക്ക് ചെയ്യുന്നു, AIയുടെ ബിഹൈൻഡ് ദ സീൻസ് ആക്ച്വലി എന്താണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ അൽഗോരിതംസ്, എന്താണ് ഇതിന്റെ ലോജിക് എന്നുള്ളത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യപ്പെടാറില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലക്സ് ആണ്. പക്ഷേ അതിനൊരു സിംപ്ലിഫൈഡ് വേർഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സിംപ്ലിസ്റ്റിക് എക്സ്പ്ലനേഷൻ നൽകാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നടത്തുന്നത്. ഇതൊരു ബിറ്റ് മാത്തമാറ്റിക്കൽ ആണ്. ഇതിന്റെ ഈ വീഡിയോ നിങ്ങൾക്കൊരു +2 ലെവൽ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു അല്പം മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്ട് ലെവലിൽ, ഹയർ ലെവലിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആൻഡ് എനിക്കിപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാവാം എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയുടെ സോഴ്സസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒന്ന് ട്രാൻസ്ഫോമേഴ്സുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ പേപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അതോടൊപ്പം തന്നെ ചില യൂട്യൂബ് ചാനലുകൾ, ഉമർ ജമീൽ വളരെ മനോഹരമായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 3 Blue 1 Brown, എൻ്റെ പല സ്ലൈഡ്സും ഞാൻ എടുത്തിട്ടുള്ളത് 3 Blue 1 Brown എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഡയറക്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. സോ ദാറ്റ് അത് അത്രയും നല്ല എക്സ്പ്ലനേഷനായി എനിക്ക് തോന്നി. പക്ഷെ അത് മലയാളത്തിലോട്ട് കൊണ്ടുവരണം കുറേയൊക്കെ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് ഞാൻ അതേപോലെ എടുത്തത്. പിന്നെ ചാറ്റ് GPTയോട് തന്നെ ഞാൻ ഇതിലെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. GPT എന്നുള്ള പേര് നമ്മൾ നിരന്തരമായി കേട്ടിട്ടുണ്ടാവും. GPT സ്റ്റാൻഡ്സ് ഫോർ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഇതിൽ ഓരോ വേർഡും നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താണ് ജനറേറ്റീവ് എന്ന് വെച്ചാൽ? ജനറേറ്റീവ് എന്ന് വെച്ചാൽ പുതിയ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ഒരു കാര്യം ചാറ്റ് GPTയോട് ചോദിക്കുമ്പോൾ ചാറ്റ് GPT അതിന് നമുക്ക് മറുപടി പറയുന്നു. എങ്ങനെയാണ് അത് മറുപടിയായി പറയുന്നത്? അത് ജനറേറ്റ് ചെയ്യുന്നു, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതും ആവാം, അല്ലെ? ഡാലി പോലെയുള്ള മോഡൽസ് എല്ലാം ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് ജനറേറ്റീവ് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കുന്നത്. പ്രീ ട്രെയിൻഡ് എന്താണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രീ ട്രെയിൻഡ് എന്ന് വെച്ചാൽ ഒരു മോഡൽ, നമുക്കൊരു AI മോഡലിനെ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നമ്മൾ കൊണ്ടുപോകും. അതെങ്ങനെ ട്രെയിനിങ്ങിലൂടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് എന്നുള്ളത്? ഒരുപാട് ഡേറ്റയാണ് ആക്ച്വലി ഈ ട്രെയിനിങ്ങിനുള്ള നിദാനമായിട്ട്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. ഈ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഈ ഡാറ്റയിലൂടെ, ഒരുപാട് ഡാറ്റയിലൂടെ മെഷീൻ ലേൺ ചെയ്യാണ്. ഓരോ സമയത്തും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ലേൺ ചെയ്യുന്നത് ഈ ട്രെയിനിങ് പ്രോസസ്സിലൂടെയാണ്. ഇതിനെയാണ് നമ്മൾ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡാറ്റയുടെ മേലെയാണ് ട്രെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതുപോലെ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് പോലെ, ഒരു കുട്ടി സ്കൂളിൽ ഒരുപാട് ഡാറ്റ പഠിച്ചിട്ടാണ് അവന് വിവരമുള്ള ഒരാളാവുന്നത്. അപ്പോഴാണ് അവന് പരീക്ഷയ്ക്ക് ആൻസർ എഴുതാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 2 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് സ്കൂളിൽ. ഒന്നാമത്തെ പ്രോസസ്സാണ് ട്രെയിനിങ്, അല്ലേ? ട്രെയിനിങ്. അപ്പോൾ അവന് ഡാറ്റ വെച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട്, നോട്ട് ബുക്കുകൾ വെച്ചിട്ട് അവനെ ടീച്ചർ പഠിപ്പിക്കുന്നു. ഈ പ്രോസസ്സിനെ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ട്രെയിനിങ് എന്ന് വിളിക്കാം. രണ്ടാമത്തത്, ഒരു പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അവന് ട്രെയിൻ ചെയ്തതനുസരിച്ച് അവന് റെസ്പോൺസ് നൽകാൻ സാധിക്കണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഭാഷയിൽ ഇൻഫറൻസ് എന്ന് വിളിക്കുക. ഒരു ചാറ്റ് GPT ചെയ്യുന്നത് ഇൻഫറൻസ് ആണ്. ചാറ്റ് GPT ആദ്യം ട്രെയിൻ ചെയ്യപ്പെടും, എന്നിട്ട് രണ്ടാമത് ചെയ്യുന്നത് ഇൻഫറൻസ് ആണ്. അതായത് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയുക. ഈ ഒരു പേരിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ 2 പേരുകൾ ഒരു AI കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്, ട്രെയിനിങ്ങും ഇൻഫറൻസും. അപ്പോൾ ഈ മോഡൽസ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട്. മോഡൽസ് ഒരു പ്രോസസ് ഓഫ് ലേണിംഗ്. ആൻഡ് എന്തുകൊണ്ടാണ് പക്ഷേ ഇതിനെ പ്രീ ട്രെയിൻഡ് എന്ന് വിളിക്കുന്നത്? ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇനിയും അതിനെ വേണമെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും, ഇനിയും കൂടുതൽ ട്രെയിനിങ് അതിന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ചാറ്റ് GPT മോഡൽസ് ഒക്കെ വളരെ സ്പെസിഫിക് ആയി ചില കാര്യങ്ങൾക്കായിട്ടുള്ള AI ഏജൻസും അല്ലെങ്കിൽ GPT മോഡൽസ് ഒക്കെ വരുന്നു. ഇപ്പോൾ റിസർച്ച് പേപ്പറുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചാറ്റ് GPT മോഡൽ, അത് പ്രീ ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട ഒരു മോഡലാണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാവുന്ന GPT മൊഡ്യൂൾസ്. അപ്പോൾ പ്രീ ട്രെയിൻഡ് ആണ്. മൂന്നാമത്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ് എന്നുള്ളത് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്നുള്ളത് നമ്മൾ
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും മറ്റൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ആ ട്രാൻസ്ഫോമർ അല്ല. എന്താണ് ഇതിലെ ട്രാൻസ്ഫോമർ എന്നുള്ളത് ഞാൻ ഉടനെ തന്നെ ഞാൻ പറയാം. അപ്പോൾ ഈ ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഇതാണ് ഇതിൽ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലോട്ട് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ട്രാൻസ്ഫോമർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇന്ന് ട്രാൻസ്ഫോമേഴ്സിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു വോയിസിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റും, ടെക്സ്റ്റിനെ വോയിസ് ആക്കി മാറ്റാൻ പറ്റും, ടെക്സ്റ്റിനെ ഇമേജ് ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ഇന്ന് ട്രാൻസ്ഫോമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഡസ് ChatGPT ജനറേറ്റ് ഹോൾ ടെക്സ്റ്റ് ടുഗദർ അതർ ഓർ വേർഡ് ബൈ വേർഡ്? ഇപ്പോൾ നമ്മൾ ChatGPTക്ക് ഒരു കാര്യം ചോദിച്ചാൽ ഒരുമിച്ച് ഒരു ടെക്സ്റ്റ് ആയിട്ടാണോ ജനറേറ്റ് ചെയ്യുക, അതല്ല വേർഡ് ബൈ വേർഡ് ആയിട്ടാണോ ജനറേറ്റ് ചെയ്യുക? നമുക്കറിയാം വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുക. അത് നമ്മളെ വിഷ്വലി പ്ലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്നല്ല. ആക്ച്വലി ഇത് ചെയ്യുന്നത് അത് വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ഒരു സെന്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ബിഹോൾഡ് എ വൈൽഡ് പൈ ക്രിയേച്ചർ ഫോറേജിങ് ഇൻ ഇറ്റ്സ് നേറ്റീവ് ഡാഷ്. ഈ ഡാഷ് എന്നുള്ളിടത്ത് എന്തെങ്കിലും ഒരു വേർഡ് വരണം. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ചെയ്യുന്നത് ഇത്രയും ഒരു സെന്റൻസിനെ, നമ്മുടെ മുമ്പിലുള്ള സെന്റൻസിനെ ഇതിലോട്ട് ട്രാൻസ്ഫോമറിലോട്ട് ഒരു ഇൻപുട്ട് എടുക്കും. എന്നിട്ട് ട്രാൻസ്ഫോമർ പ്രെഡിക്റ്റ് ചെയ്യും വരാവുന്ന വേർഡ്സ് ഇതെല്ലാമാണ്. ലാൻഡ് ആവാം, ഫോറസ്റ്റ് ആവാം, കൺട്രി ആവാം, ഹാബിറ്റ് ആവാം, ഫോറസ്റ്റ് വുഡ്സ് ആവാം, ഇങ്ങനെ പലതും ആവാം എന്ന് ഈ ട്രാൻസ്ഫോമർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ട്രാൻസ്ഫോമേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെറ്റ് ഓഫ് വേർഡ്സിന്റെ കൂടെ ഒരു നമ്പർ കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നമ്പർ എന്നുള്ളത്? അത് ഈ വേർഡ്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. ഏത് വേർഡ് ആവാനാണ് കൂടുതൽ പ്രോബബിലിറ്റി എന്ന് ട്രാൻസ്ഫോമർ കണ്ടെത്തിയിട്ട് ആ പ്രോബബിലിറ്റി അസൈൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്നൊരു വേർഡ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൺട്രി എന്നുള്ള വേർഡാണ് ചൂസ് ചെയ്ത് എന്ന് വിചാരിക്കാം. എങ്കിൽ വീണ്ടും ഒരു ഇൻപുട്ട് പോകുന്നു അല്ലേ? ഇനി ഇത്രയും നേരം ഈ കൺട്രി കൂടി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇൻപുട്ട് ട്രാൻസ്ഫോമേഴ്സിലോട്ട് പോകുന്നു. ട്രാൻസ്ഫോമേഴ്സ് എന്തെല്ലാം പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. എന്തായാലും എന്തെല്ലാമോ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നു അടുത്തത് ഒരു ഫുൾ സ്റ്റോപ്പ് വരുമോ, കോമ വരുമോ, ഓഫ് വരുമോ, ആൻഡ് വരുമോ, ഫോർ വരുമോ എന്നുള്ളതെല്ലാം ട്രാൻസ്ഫോമേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് ഹയർ പ്രോബിലിറ്റി ഉള്ള, ഇന്നതിന് ഏറ്റവും ഹയസ്റ്റ് പ്രോബിലിറ്റി ഒന്ന് ചൂസ് ചെയ്തു കൊള്ളണമെന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതും ഞാൻ വഴിയെ ഞാൻ പറയാം. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു വേർഡ് ചൂസ് ചെയ്യുന്നത് അടുത്ത് ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടാണ് GPTs ആക്ച്വലി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാവും, ഇതിന്റെ പിന്നിൽ ട്രാൻസ്ഫോമേഴ്സിന് പിന്നിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ഫോമേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ChatGPT കൊടുക്കുന്ന ഇൻപുട്ട് അതൊരു ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ, ജനറലി ഒരു ടെക്സ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ആ ടെക്സ്റ്റിനെ നമ്മൾ പല ടോക്കൺസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടു ഡേറ്റ് ദ ക്ലവറസ്റ്റ് തിങ്കർ ഓഫ് ഓൾ ടൈം വാസ് എന്നുള്ളതിന് ടു ഡേറ്റ് ദ ക്ലവറസ്റ്റ് തിങ്കർ ഓഫ് ഓൾ ടൈം, ഓരോ വേർഡും അല്ലെങ്കിൽ ഒരു ചങ്ക് ഓഫ് വേർഡ്സ്, ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു വേർഡിന്റെ ഒരു പാർട്ട്, ഇതിനൊക്കെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, ഒരു ടോക്കൺ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് വിളിക്കുക. ഈ ടോക്കണിൽ അടുത്തതായിട്ട് എന്ത് ടോക്കൺ വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ്, എന്ന് പ്രവചിക്കാനാണ് ആക്ച്വലി ChatGPT അല്ലെങ്കിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ വേർഡ്സുമായിട്ട് ഈ ഒരു AI മോഡൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വേർഡ്സ് അറിയില്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ മാത്തമാറ്റിക്സ്, എല്ലാം നമ്പേഴ്സ് ആണ്. അപ്പോൾ എല്ലാ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് ഒരു വെക്റ്റർ ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു വെക്റ്റർ ഉണ്ടാവും. ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്റർ അല്ലേ? ഈ വെക്റ്ററിനെ നമുക്ക് മെട്രിസസിലെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കോളം മെട്രിക്സിന് ഒരുപാട് റോസ് ഉണ്ടാവും. ഒരു റോസോ 2 റോസോ 3 റോസോ എന്നല്ല, ആയിരക്കണക്കിന് റോസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഓരോ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എംബഡിങ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഏത് വേർഡ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും, അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും. ഈ നമ്പർ എങ്ങനെ തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ എംബഡിങ്സിനെ ഒരു വെക്റ്റർ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ സ്പേസിൽ ഒരു മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കാം. ഒരു പ്ലസ് ടു മാത്സ് അറിയുന്ന ആൾക്ക് വെക്റ്റർ എന്താണെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന വെക്റ്റേഴ്സ് ഏത് തരത്തിലുള്ള വെക്റ്റേഴ്സ് ആണ്? നമ്മൾ സാധാരണ +2 ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈവൻ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ പോലും ഡീൽ ചെയ്യുന്ന വെക്റ്റേഴ്സ് ഒന്നെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ വെക്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ വെക്റ്റേഴ്സ് ആണ്. ഇവിടെയുള്ള വെക്റ്റേഴ്സ് എന്നുള്ളത് നിങ്ങളിതാ ഈ ഒരു കോളം മാട്രിക്സ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് 2ഓ 3ഓ എലമെന്റ്സ് അല്ല ഇവിടെ ഉള്ളത്. നമ്മൾ സാധാരണ IJK എന്നുള്ള നമ്മൾ വെക്റ്ററിനെ അല്ലെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇവിടെ IJK അല്ല, LMN, ഇങ്ങനത്തെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഹയർ ഡയമെൻഷണൽ സ്പേസിൽ, അത് 2ഓ 3ഓ 4ഓ ഒന്നും അല്ല, ആയിരക്കണക്കിന് ഡയമെൻഷൻസ് ഉള്ള സ്പേസിലുള്ള
ആയിരക്കണക്കിന് ആക്സസുകളുള്ള സ്പേസിലുള്ള ഒരു വെക്ടറാണ് ഈ എംബഡിങ്സ്. ഓരോ വേർഡും, അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഓരോ വേർഡും ഓരോ ടോക്കണും ആയിരക്കണക്കിന് ഡയമെൻഷൻസ് ഉള്ള ഒരു സ്പേസിലെ ഒരു വെക്ടറാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ തൽക്കാലം നമുക്ക് 3D സ്പേസിൽ തന്നെ നമുക്ക് ആലോചിക്കാം. 3D സ്പേസിൽ പല സ്ഥലങ്ങളിൽ, ആക്ച്വലി 3D അല്ല, ആക്ച്വലി ഹയർ ഡയമെൻഷൻ ആണ്, പക്ഷേ 3D സ്പേസിൽ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്ന ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടാവും. ഈ വെക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ വെക്ടേഴ്സിൽ ഓരോ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്നുള്ളത് അതിന്റെ മീനിങ് അനുസരിച്ച് അടുത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ജമ്പ്, ലീപ്പ്, ജമ്പിനും ലീപ്പിനും ഏകദേശം ഒരേ മീനിങ് ആണ് അല്ലെ? അപ്പൊ ജമ്പും ലീപ്പും ഈ വെക്ടേഴ്സ് അതിന്റെ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ഒക്കെ അടുത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ വെക്ടർ സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വെക്ടർ സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് എല്ലാം അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഈ വേർഡ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഓരോ വേർഡ്സ് ഉണ്ട്, ആ വേർഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരുപാട് വെക്ടേഴ്സ് ഉള്ള ഒരു വലിയൊരു ഹയർ ഡയമെൻഷണൽ സ്പേസ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷനിൽ ഓരോ വേർഡ്സും അതിൻ്റെ മീനിങ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിക്ക് നിൽക്കും. ഓക്കെ, നൗ ദിസ് ഹാസ് ടു ഗോ ത്രൂ ട്രാൻസ്ഫോമേഴ്സ്. ഇതെല്ലാം ട്രാൻസ്ഫോമേഴ്സിലൂടെ കടന്നു പോകണം. പക്ഷെ എന്തിനാണ് ട്രാൻസ്ഫോമർ എന്നുള്ളത്? നമുക്കൊരു വേർഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ മോഡൽ. ഒരു മോഡൽ എന്നുള്ളൊരു വേർഡ് നമ്മൾ എടുക്കുമ്പോൾ ഈ മോഡലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ ഉണ്ടാവും. ഓക്കെ, ഒരു വെക്ടർ ഉണ്ടാവും. ഒരു ഹയർ ഡയമെൻഷൻ സ്പേസിൽ ഒരു വെക്ടർ ഉണ്ടാവും. പക്ഷേ ഈ മോഡൽ എന്നുള്ള വേർഡിന്റെ എല്ലാ അർത്ഥങ്ങളെയും പ്രതിനിധീകരിക്കാൻ ഒരൊറ്റ വെക്ടർ മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ഫാഷൻ മോഡലാണ് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓറഞ്ച് എന്നുള്ള ഒരു വാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ ഉണ്ടാവും. പക്ഷെ ഓറഞ്ച് എന്നുള്ള വാക്ക് ചിലപ്പോൾ അതൊരു കളറിന്റെ നെയിം ആയേക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഫ്രൂട്ട് ഓറഞ്ചിന്റെ നെയിം ആയേക്കാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഓറഞ്ച് എന്നുള്ളൊരു പ്ലേസ് ഉണ്ടെങ്കിലും അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു സെന്റൻസിൽ ഓറഞ്ച് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഓറഞ്ച് എന്നുള്ളത് ഒരു കളറാണോ, ഫ്രൂട്ടാണോ, ഒരു പ്ലേസ് ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് ഈ ഓറഞ്ച് എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്ന സെന്റൻസ്, അതല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലേ? ആ സെന്റൻസ് മുഴുവൻ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓറഞ്ച് എന്നുള്ളത് ഒരു ഫ്രൂട്ട് ആണോ, അതല്ലെങ്കിൽ ഒരു കളറാണോ, അതല്ലെങ്കിൽ ഒരു പ്ലേസ് ആണോ എന്ന് നമുക്ക് അത് മുഴുവൻ വായിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഈ കോണ്ടെക്സ്റ്റ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ വേർഡ്സിനെ മാറ്റാൻ കഴിയുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ആക്ച്വലി ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളത്. ഓക്കെ, സോ യെസ്, റൈറ്റ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെന്റൻസ്, ഫോർ എക്സാമ്പിൾ ടുഡേ ദ ക്ലവറസ്റ്റ് തിങ്കർ ഓഫ് ഓൾ ടൈം വാസ്, ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നെക്സ്റ്റ് വേർഡ് പ്രിഡിക്റ്റ് ചെയ്യുന്നു. ആരാണ് ഒരു ബെറ്റർ എന്താ പറയുക, അടുത്തൊരു നെക്സ്റ്റ് ലെവൽ തിങ്കർ ആരാണ് എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈ കോണ്ടെക്സ്റ്റ് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മെഷീൻ ലേണിംഗ് മോഡൽ നമുക്ക് എടുക്കാം. ഈ മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോഫി മഗ്ഗിന്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇത് കോഫി മഗ്ഗാണ് എന്ന് നമുക്കൊരു മോഡൽ പറഞ്ഞു തരുന്നു അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു. ആ ടെക്സ്റ്റിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഔട്ട്പുട്ട് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഡോട്ടർ എന്നുള്ളൊരു വേർഡ് കിട്ടുന്നു. ഒരു GPT, ഒരു പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ മോഡലിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് നെക്സ്റ്റ് വേർഡ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നു അല്ലേ? അപ്പോൾ ഈ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ മോഡൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്യൂണബിൾ പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒരുപാട് ട്യൂണബിൾ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ആക്ച്വലി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ആക്ച്വലി മാത്സിലൊരു മെട്രിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ മോഡലിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് ഈ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സാധാരണ ഒരു ക്ലാസിക് മെഷീൻ ലേണിംഗ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഒരു വീടിൻ്റെ റെന്റ് അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലുള്ള പല വീടുകളുടെ സ്ക്വയർ ഫൂട്ട് എടുത്തു. ഈ സ്ക്വയർ ഫൂട്ടിനനുസരിച്ച് എത്രയാണ് പ്രൈസ് എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഈ മഞ്ഞ ഡോട്ട്സ് ഒക്കെ എന്താണ്? ഈ പ്ലോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ലൈന് ഇതിലെല്ലാം ഫിറ്റ് ചെയ്യുന്ന ഒരു ലൈന് വരക്കാൻ പോവാണ്. ഇതാണ് ആക്ച്വലി ഇതിലെ മെഷീൻ ലേണിംഗ് മോഡൽ എന്നുള്ളത്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഫിറ്റിംഗ് എന്നുള്ളത്. ലീനിയർ റിഗ്രഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പ്രോബ്ലി മറ്റൊരു വീഡിയോ നമുക്ക് ഈ ഒരു ഒറ്റ മോഡൽ മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ലീനിയർ റിഗ്രഷൻ വഴി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഇത് മൊത്തം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അല്ലേ? ഇതിനെല്ലാം ഈ ഒരു പോയിന്റ് എല്ലാം ഫിറ്റ് ചെയ്യുന്ന
ഈ ഒരു എല്ലാ പോയിന്റുകളും ഫിറ്റ് ചെയ്യുന്ന നമുക്ക് എല്ലാ പോയിന്റുകളും ഫിറ്റ് ചെയ്യുന്ന ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഏകദേശം ഇതിനെ ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ട്യൂണബിൾ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ളത്. എന്താണ് രണ്ട് ട്യൂണബിൾ പാരാമീറ്റേഴ്സ്? ഒരു സ്ട്രെയിറ്റ് ലൈനെ സംബന്ധിച്ചിടത്തോളം സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും. ഇത് എത്രത്തോളം ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് വിളിക്കുക. ഇത് എവിടെയാണ് വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ 10th-ലും 12th-ലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അവിടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, y = mx + c. ഇവിടെ m ആൻഡ് c സ്ലോപ്പ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് എന്നുള്ളതാണ് രണ്ട് ട്യൂണബിൾ പാരാമീറ്റേഴ്സ് എന്നുള്ളത്. എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാരാമീറ്റേഴ്സ് അല്ല ഉള്ളത്. ഇപ്പോൾ ChatGPTയിൽ 175 ബില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കാം അല്ലേ. ഈ പാരാമീറ്റേഴ്സ് എങ്ങനെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്? ഈ പാരാമീറ്റേഴ്സ് ഡിസൈഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അത് എന്താണെന്നുള്ളത് പ്രോബ്ലം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. എങ്ങനെയോ കുറച്ച് പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. അവിടെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ബാക്ക് പ്രൊപ്പഗേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മോഡൽസ് ഒക്കെ മെട്രിസസ് ആയിട്ടാണ്. നമ്മൾ പലപ്പോഴും +2-ൽ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും എന്തിനായി മെട്രിസസ് ഒക്കെ പഠിക്കുന്നത്, ഇതിനെക്കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടുമോ എന്നുള്ളത്. റിയൽ ലൈഫിൽ ആക്ച്വലി AI മോഡൽസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെട്രിസസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരുപാട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഈ ഇൻപുട്ടിന് നമ്മളൊരു മാട്രിക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ ഔട്ട്പുട്ടിനെ പ്രോബ്ലി ഒരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. ഇത് ചെയ്യുന്ന മെട്രിസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ട്യൂണബിൾ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി നടക്കുന്നത് മുഴുവൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരുപാട് റോസും കോളംസും ഉള്ള മെട്രിക്സുകളാണ് AI മോഡൽസിൽ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും പാരലി നടക്കണം. അതുകൊണ്ടാണ് ആക്ച്വലി GPUs അഥവാ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിൽ യൂസ്ഫുൾ ആയി വരുന്നത്. AI റിലേറ്റഡ് കാൽക്കുലേഷൻസ് GPUs വരാനുള്ള കാരണം എന്താണ്, ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ GPUsന് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു ടോപ്പിക്കാണ്, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ GPT-3 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഫേമസ് ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡലാണ് GPT-3. GPT-3 എന്നുള്ളത് ഏകദേശം 175 ബില്യൺ പാരാമീറ്റേഴ്സ്, വെയിറ്റുകൾ നമ്മൾ അതിൽ അല്ലെങ്കിൽ വിളിക്കും പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഏകദേശം 27,938 മെട്രിസസിലായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിടക്കാം. ഒരുപാട് മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആക്ച്വലി GPT-3-ൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ GPT ചെയ്യാൻ ശ്രമിക്കുന്നത് അടുത്ത വേർഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സെൻറ്റൻസിനെയും ടോക്കൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടോക്കൺസ് ഒരു വെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ വെക്ടർ എന്നുള്ളത് ഒരു ഹയർ ഡയമെൻഷണൽ സ്പേസിലെ ഒരു വെക്ടറാണ്. വേർഡ്സ് വിത്ത് സിമിലർ മീനിങ്സ് വിൽ ബി ക്ലോസ് ടു ഈച്ച് അതർ ഇൻ ദിസ് ഹയർ ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, അതേപോലെ തന്നെ വെക്ടേഴ്സ് ടോക്ക് ടു ഈച്ച് അതർ ത്രൂ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതിനാണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. അത് എന്ത് ചെയ്യും, അത് നടന്നിട്ട് ഈ വെക്ടേഴ്സ് ഒരു ഓറഞ്ച് എന്നുള്ളത് ഒരു ഫ്രൂട്ട് ആണോ കളറാണോ എന്നതിനനുസരിച്ച് ഈ വെക്ടറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ ആൻഡ് എ ഫാഷൻ മോഡൽ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സ് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് വിളിക്കുക. ട്രാൻസ്ഫോമേഴ്സ് ചെയ്യുന്നത് അറ്റൻഷനാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നടക്കുന്ന ഒരു ജയന്റ് പൈൽ ഓഫ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിങ്ങനെ ഈ ഓപ്പറേഷൻസ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വേർഡ്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ GPT-3 എന്നുള്ളത് ഏകദേശം ഒരു 50,000 വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഈ 50,000 വേർഡ്സ് നമുക്കറിയാം. GPT-3ക്ക് ഓൾറെഡി 50,000 വേർഡ്സ് അതിന് അറിയാം. ഓക്കെ, എംബഡിങ് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടോക്കൺസ് ആയിട്ട് 50,000 വെക്ടേഴ്സ് ഉണ്ട്. ഈ 50,000 വെക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ, ഒരു മാത്തമാറ്റിക്കൽ ഒരു കോളം വെക്ടർ ഉണ്ടാവും അല്ലേ. ഓരോ വാക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോളം വെക്ടർ ഉണ്ട്. ഇതാണ് GPT-3-ലുള്ളത്. ഓക്കെ, അപ്പോൾ 50,000 വേർഡ്സ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ഈ 50,000 എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സും പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വെക്ടേഴ്സിനൊക്കെ നമ്മളിതൊരു ഹയർ ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു എന്തെങ്കിലും ഒരു വെക്ടറായിട്ട്, ഒരു എംബഡിങ്ങിൻ്റെ ഒരു വെക്ടറായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തടുത്ത മീനിങ് വരുന്ന വേർഡ്സ് എല്ലാം ക്ലോസർ ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ടവേഴ്സ്, ഗേറ്റ്സ്, ബിൽഡിംഗ്, സ്കൈ സ്ക്രേപ്പർ, റൂഫ് അല്ലേ. ഇതിനൊക്കെ ഏകദേശം ഒരേ മീനിങ് ആണ്. ഒരു ഹൈറ്റ് ഉള്ള ഒരു വസ്തു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു മീനിങ്. ഇതെല്ലാം ഏകദേശം അടുത്തടുത്തായിട്ടായിരിക്കും ഈ വരിക. വേറെയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഈ വെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഫോർ എക്സാമ്പിൾ നമ്മൾ മാൻ എന്നുള്ള ഒരു എംബഡിങ് എടുക്കുക, വുമൺ എന്നുള്ളൊരു എംബഡിങ് എടുക്കുക. ഇതിന് രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത് അങ്കിൾ എന്നുള്ള എംബഡിങ്ങിൻ്റെയും ഓണ്ടി എന്നുള്ള എംബഡിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. രണ്ടും സിമിലർ ആയിരിക്കും. കാരണം രണ്ടിനും ഡിഫറൻസ് ഉണ്ടാക്കുന്നത് എന്താണ്, ഒരു ജെൻഡറാണ് അല്ലേ.
മാൻ വേഴ്സസ് വുമൺ അല്ലെങ്കിൽ അങ്കിൾ വേഴ്സസ് ആണ്ടിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഒരു ജെൻഡറാണ്. അതേപോലെ തന്നെ ജർമ്മനിയും ഇറ്റലിയും തമ്മിലുള്ള ഡിഫറൻസും ഹിറ്റ്ലറും മുസോളിനിയും തമ്മിലുള്ള ഡിഫറൻസും സിമിലർ ആണ്. കാരണം രണ്ടിൻ്റെയും സെക്കൻഡ് വേൾഡ് വാർ ലീഡേഴ്സ് ആയിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും എന്നുള്ളത്, അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് ഐഡിയോളജീസ് ഉണ്ടായിരുന്ന ലീഡർ ആയിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഈ വെക്ടറിൻ്റെ ഡയമെൻഷൻ, ഈ വെക്ടർ സ്പേസിൽ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ, ഡയറക്ഷൻ എന്നുള്ളതൊക്കെ ഏകദേശം ഈ വേർഡ്സിൻ്റെ മീനിങ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേർഡ്സിൻ്റെ മീനിങ്സുമായിട്ട് കുറേ മാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഹിറ്റ്ലറും മുസോളിനിയും തമ്മിലുള്ള ഡിഫറൻസും ഇറ്റലിയും ജർമ്മനിയും തമ്മിലുള്ള ഡിഫറൻസും ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത്. ഇങ്ങനത്തെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഈ വെക്ടർ എംബഡിങ് സ്പേസസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു എംബഡിങ് മാട്രിക്സ് ഉണ്ടാവും. ഓക്കെ, എംബഡിങ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വേർഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് അടങ്ങിയ മാട്രിക്സിനെയാണ് നമ്മൾ WE അഥവാ എംബഡിങ് മാട്രിക്സ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ വാട്ട് ഹാപ്പൻസ് അറ്റ് ദ വെരി എൻഡ്. ഇപ്പോൾ ഈ എംബഡിങ്സ് മുഴുവൻ ട്രാൻസ്ഫോമേഴ്സിലൂടെ കടന്നു പോകും. എന്നിട്ട് എന്തോ ഒരു സംഭവം കിട്ടും, അല്ലേ? കൂടുതൽ വെക്ടേഴ്സ് കിട്ടും. അതിനെന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫോമർ എന്നുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇതിന് ശേഷം നമുക്ക് നോക്കാം. എന്താണ് അവസാനം സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലാസ്റ്റുള്ള ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അടുത്തൊരു വേർഡ് എന്താണ് വരേണ്ടത് എന്നുള്ളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഒരുപാട് വേർഡ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഹാരി പോട്ടർ വാസ് എ ഹൈലി അൺയൂഷ്വൽ ബോയ്, ലീസ്റ്റ് ഫേവറേറ്റ് ടീച്ചർ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഹാരി പോട്ടർ ആകുമ്പോൾ അത് ഹാരി പോട്ടർ വായിച്ചവർക്ക് അറിയാം സ്നേപ്പ് ആവാനുള്ള പ്രോബിലിറ്റി നിങ്ങൾ നോക്കൂ കൂടുതലാണ്, കുറലാവാനുള്ള പ്രോബിലിറ്റി കുറച്ചുണ്ട്, ബാക്കിയുള്ളൊക്കെയുള്ള പ്രോബിലിറ്റി ആക്ച്വലി വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രോബിലിറ്റി പ്രഡിക്ഷൻ ആണ് നടക്കുന്നത്. ഇതിൻ്റെ മീനിങ് ഒക്കെ വെച്ചിട്ട് ഹാരി പോട്ടർ എന്നുള്ളത് വെച്ചിട്ട് ഹാരി പോട്ടറിൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാവും, അത് ചോദിക്കുമ്പോൾ സ്നേപ്പ് ആകും എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോസസ്സ് നടക്കുന്നത്? ഫൈനലി നമുക്ക് ട്രാൻസ്ഫോമറിലൂടെ ഈ കോണ്ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള എംബഡിങ്സ് ഒക്കെ ട്രാൻസ്ഫോമറിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെക്ടർ നേരത്തെ എംബഡിങ് മെട്രിക്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു അൺഎംബഡിങ് മെട്രിക്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അൺഎംബഡിങ് മെട്രിക്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് കിട്ടും. ആ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലൂടെ കടന്നു പോകും. കാരണം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രത്യേകത, പ്രോബിലിറ്റിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, പ്രോബിലിറ്റിക്ക് രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. പ്രോബിലിറ്റി എപ്പോഴും 0 to 1 ഉള്ളിലാവണം. രണ്ടാമത്, പ്രോബിലിറ്റീസ് എല്ലാം ഷുഡ് ആഡ് അപ്പ് ടു എത്രയിലോട്ട് ആഡപ്പ് ചെയ്യണം? 1 ആഡപ്പ് ചെയ്യണം. ഓക്കെ, പ്രോബിലിറ്റി 0 to 1 ഉള്ളിലാവണം. പ്രോബിലിറ്റീസ് എല്ലാം എല്ലാത്തിൻ്റെയും പ്രോബിലിറ്റി കൂട്ടുമ്പോൾ 1 ആഡപ്പ് ചെയ്യണം. പക്ഷെ നമ്മളിവിടെ നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന നമ്പേഴ്സ് ഒക്കെ പ്ലസും മൈനസ് ഒക്കെ അടങ്ങിയിട്ട് ഒരുപാട് നമ്പേഴ്സ് ആണുള്ളത്. ഇത് ആക്ച്വലി ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആക്കണമെങ്കിൽ സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിലൂടെ കടന്നു പോകണം. അതെന്താണെന്ന് വെച്ചാൽ e⁻x1 x/((x)(i) എന്നുള്ളതാണ് ഈ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ എന്നുള്ളത്. ഈ ഒരു ഫംഗ്ഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ എല്ലാ നമ്പേഴ്സും എന്താവും? 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർവെല്ലോട്ട് ഈ എല്ലാ നമ്പേഴ്സും വരും. ഓക്കെ, അപ്പോൾ x1 x2 x3 എന്നുള്ളതിന് സോഫ്റ്റ് മാക്സ് ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ അതെന്തായി മാറും? ഇതൊരു ഫംഗ്ഷനാണ് സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ എന്നുള്ളത്. അത് ഒരു 0യുടെയും 1ലുള്ള ഒരു നമ്പറിലോട്ട് നോർമലൈസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായി മാറും. ആഡപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം എന്തായി മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നമ്മൾ e⁻((1)(t)((((())) ഒരു ടി കൂടി ചിലപ്പോൾ ആഡ് ചെയ്യും. ഈ ടി ആണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ നമ്മൾ 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രോബിലിറ്റീസ് കിട്ടും. ടെമ്പറേച്ചർ നമ്മൾ 0 സെറ്റ് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രെഡിക്റ്റബിൾ വേർഡ്, ഒറ്റ വേർഡിന് മാത്രം 1 പ്രോബിലിറ്റി ആയിട്ട് വരും. ഓക്കെ, ഹയർ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ക്രിയേറ്റീവ്, പല വേർഡ്സിനും സിമിലർ പ്രോബിലിറ്റി വരും. അപ്പോൾ ഇത് സംഭവം കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ഈ ക്രിയേറ്റീവായി മാറുന്നതിനനുസരിച്ച് നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ആക്ച്വലി ഈ മോഡലിൻ്റെ പിന്നെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് GPT-യിൽ നേരെ കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്ന മോഡൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് ചിലപ്പോൾ കൂടുതൽ, നമുക്കൊരു കഥ എഴുതണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആണ് ബെറ്റർ, കൂടുതൽ ക്രിയേറ്റീവ് ആവും, അല്ലേ? നമുക്ക് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ലോ ആണ് ബെറ്റർ. ഓക്കെ, അത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം
അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഇവിടെയാണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഇപ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് എംബഡിങ്സ് ഉണ്ട്. ഈ എംബഡിങ്സ് എന്നുള്ളത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറയും. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഈ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചൂസ് ചെയ്യും, ആ വേർഡ് ജനറേറ്റ് ചെയ്യും. ഇതാണ് ശ്രമിക്കുന്നത്. ഇത് നമുക്ക് ഇതിനെ അറിയാത്തൊരു ഭാഗം എന്നുള്ളത് എന്താണ് ഈ ട്രാൻസ്ഫോമേഴ്സിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് ട്രാൻസ്ഫോമേഴ്സിൽ സംഭവിക്കുന്നത്? അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്നുള്ള ഒരു പേപ്പറിലാണ് 2017 ഇന്ത്യക്കാരടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ്. ആശിഷ് വസ്വാനി, അതേപോലെ തന്നെ നിക്കി പാർമർ, നോവാം ഷേസർ എന്ന് പറയുന്ന ഗൂഗിൾ ബ്രെയിനിലുള്ള കുറച്ച് ആളുകളാണ് ഈ പേപ്പർ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ അടിസ്ഥാനം എന്നുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു പേരാണല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേരാണ്. അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ്. നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണ്? അറ്റൻഷനാണ്, അല്ലേ, ശ്രദ്ധയാണ് എന്നുള്ളതാണ്. ഈ ശ്രദ്ധ എന്നുള്ള ഒരു ഹ്യൂമൻ കൺസെപ്റ്റ് മെഷീൻസിന് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ പേപ്പറിലൂടെ. എന്താണ് ട്രാൻസ്ഫോമേഴ്സ് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് എംബഡിങ് വെക്ടേഴ്സ് ഉണ്ട്. ഈ ട്രാൻസ്ഫോമേഴ്സ് എംബഡിങ് വെക്ടേഴ്സിനെ അതിനെ ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് ആ ഒരു വേർഡിന്റെ മീനിങ് മാത്രമല്ല, അതിന്റെ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഓറഞ്ച് എന്നുള്ളൊരു വേർഡ് വരുമ്പോൾ അത് കളറാണോ അത് ഫ്രൂട്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ ഒരു കോണ്ടെക്സ്റ്റൽ മീനിങ് കിട്ടുന്ന രീതിയിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, മോൾ എന്നുള്ള ഒരു വേർഡ് നമ്മൾ എടുക്കാം. മോൾ എന്നുള്ള വേർഡ് ഒരു ആനിമൽ, മോൾ എന്നുള്ള ഒരു ആനിമൽ ഉണ്ട്. മോൾ എന്നുള്ളത് നമ്മൾ കെമിസ്ട്രിയിൽ മോൾ എന്നുള്ളൊരു കൺസെപ്റ്റ്, മോൾ കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് മൂക്കിൽ എന്താ പറയുക, ഒരു മോൾ അല്ലെ, ഒരു കക്കാപ്പുള്ളി എന്നൊക്കെ നമ്മൾ പറയും, അത്തരത്തിലുള്ള മോൾ ഉണ്ടാവും അല്ലെ. അവർ അമേരിക്കൻ സ്ട്രൂമോൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ആനിമൽ ആണെന്ന് നമുക്കറിയാം. 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ 1 mole ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് കെമിസ്ട്രിയിലുള്ള മോൾ കൺസെപ്റ്റിലെ മോൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ടേക്ക് എ ബയോപ്സി ഓഫ് ദ മോൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ മോളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഈ മോൾസ് എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ മോൾ എന്നുള്ള ഒരു വേർഡിന് ആക്ച്വലി ഒരൊറ്റ എംബഡിങ്ങേ ഉള്ളൂ. ആ വെക്ടർ സ്പേസിൽ ഒരൊറ്റ എംബഡിങ്ങേ ഉള്ളൂ. എന്നാൽ അമേരിക്കൻ സ്ട്രൂമോൾ എന്ന് പറയുമ്പോൾ ഈ മോൾ എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടും അല്ലെ, ഈ വെക്ടർ കുറച്ചിങ്ങോട്ട് മാറും. കാരണം അതിന്റെ എംബഡിങ്സ് ഡിഫറെന്റ് ആവും. അതേപോലെ 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് മാറും അല്ലെ. അല്ലെങ്കിൽ ടേക്ക് എ ബയോപ്സി ഓഫ് ദ മോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ആ വെക്ടറിന്റെ ഓറിയന്റേഷൻ മാറും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്യുന്ന അറ്റൻഷൻ പ്രോസസ് എന്ന് നമ്മൾ ആക്ച്വലി പറയുക. എന്താണ് അറ്റൻഷൻ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ടവർ എന്നുള്ള ഒരു വെക്ടർ ഇതാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതാണ് നമ്മൾ സങ്കല്പിക്കുക, ഇങ്ങനെയാണുള്ളത്. എന്നാൽ ഈഫൽ ടവർ എന്ന് പറയുമ്പോൾ ആ വെക്ടർ കുറച്ചുകൂടി മാറും. കാരണം അവിടെ ഈഫൽ ടവർ എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈഫൽ ടവർ എവിടെയാണ്? അത് പാരീസിലാണ്. അതൊരു അയേൺ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചറാണ്. എന്താ എനിക്കറിയില്ല, ഞാൻ എക്സാമ്പിൾ പറയാം. റൈറ്റ്, അങ്ങനെ ഒരുപാട് മീനിങ്സ് കൂടി അതിന്റെ കൂടെ എന്ത് വരുന്നുണ്ട്? ഈഫൽ ടവർ എന്ന് പറയുമ്പോൾ ടവറിന്റെ മീനിങ്ങിന്റെ കൂടെ വരുന്നുണ്ട്. ടവർ എന്നുള്ള ഒരു നോർമൽ കൺസെപ്റ്റിനപ്പുറം ഒരു കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് ഈഫൽ ടവർ മാറി. ഇനി ഞാൻ ഒരു വേർഡ് കൂടി ആഡ് ചെയ്യാണ്, മിനിയേച്ചർ ഈഫൽ ടവർ എന്ന് പറഞ്ഞാലോ. ഇതിന്റെ കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി മാറി. മിനിയേച്ചർ ഈഫൽ ടവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു കീ ചെയിൻ ആയിരിക്കും അല്ലെ. അപ്പൊ ആ രീതിയിലോട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ മാറി. ഓക്കെ, യെസ്. അപ്പോൾ ഈ രീതിയിൽ എംബഡിങ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു ബിറ്റ് മാത്തമാറ്റിക്കലാണ്, എന്നാലും കേട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഐ വിൽ ട്രൈ ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എന്നുള്ളത് എ ഫ്ലഫി ബ്ലൂ ക്രിയേച്ചർ റോം ദ വേർഡൻ ഫോറസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ട്, ഓരോ ടോക്കണും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ ഉണ്ട്. ആക്ച്വലി GPT-3യുടെ വെക്ടറിന്റെ ഡയമെൻഷൻ എന്നുള്ളത് 12,288 ആണ്. നമ്മൾ സാധാരണ 3D വെക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കാറുള്ളത്. ഇവിടെ 12,288. അപ്പോൾ എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളത്? ഇതിന്റെ പല കൈൻഡ് ഓഫ് മീനിങ്സ് ഇതിന്റെ ഓരോ ഡയമെൻഷനിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു വെക്ടർ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലും എവിടെ ഓറിയന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. ഇവിടെ 12,288 ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഓറിയന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മീനിങ്സ് ഓരോ വെക്ടർ സ്പേസിലും ഓരോ ഡയമെൻഷനിലും എംബഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് ഹ്യൂമൻ മൈൻഡിന് ആക്ച്വലി ബിയോണ്ട് എന്താ പറയുക, ആക്ച്വലി നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എന്തായാലും ഫ്ലഫി എന്ന് പറയുമ്പോൾ ഫ്ലഫി ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ, ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ, ഒരു ക്രിയേച്ചർ എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കൊക്കെ എന്തോ ഒരു സംഭവം അല്ലേ. പിന്നെ ഉള്ളത് വേർഡൻ ഫോറസ്റ്റ് അല്ലേ. ഇതിലുള്ള നൗൺസിനെ എടുക്കാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റ്, അതേപോലെ തന്നെ ക്രിയേച്ചർ, ഈ 2 നൗൺസ് ആണുള്ളത്. ഈ 2 നൗൺസിനെ ഞാൻ ഇതിനെ മുഴുവൻ കോണ്ടെക്സ്റ്റിലോട്ടും പോകുന്നില്ല, പക്ഷെ ഒരു ഒറ്റ സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഈ 2 നൗൺസിനെ ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംബഡിങ് വെക്ടേഴ്സിനെ ഇതിന്റെ അഡ്ജക്റ്റീവ്സ്
ഇതിൻ്റെ അഡ്ജക്റ്റീവ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഫ്ലഫി ബ്ലൂ ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. ഒരു ക്രിയേച്ചർ എന്ന് പറയുമ്പോഴും ഫ്ലഫി ബ്ലൂ ക്രിയേച്ചർ എന്ന് പറയുമ്പോഴും നമ്മുടെ കൺസെപ്റ്റുകൾ എന്ത് ചെയ്തു, നമ്മുടെ കൺസെപ്റ്റുകൾ ആക്ച്വലി മാറി. നിങ്ങൾ നോക്കൂ, ഇതാണ് ഇതിൻ്റെ എംബഡിങ് വെക്ടേഴ്സ് എന്നുള്ളത്. അവസാനം ഈ ഒരു അറ്റൻഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് അവസാനം എന്താവണം, ഇതാ ഈ ഒരു ക്രിയേച്ചർ ഫ്ലഫി ബ്ലൂ ക്രിയേച്ചർ ആവണം അല്ലേ. ഇങ്ങനെയുള്ളൊരു ക്രിയേച്ചർ ആയിട്ട് ഇത് മാറണം. ഒരു ഫോറസ്റ്റ്, നോർമൽ ഫോറസ്റ്റ് എന്നുള്ളത് വേർഡൻ ഫോറസ്റ്റ് ആയിട്ട്, ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറണം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ആക്ച്വലി ഒരൊറ്റ അഡ്ജക്റ്റീവ് മാത്രം വെച്ചിട്ടാണ്, പക്ഷെ വേറെയും ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കാം. ഓക്കെ, നൗ ഹൗ ഈ സെൽഫ് അറ്റൻഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഓരോ എംബഡിങ് വെക്ടറിനും മോഡൽ അപ്ലൈസ് 3 ഡിഫറെൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരു മാട്രിക്സ് കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വെക്ടർ കിട്ടും. ആ വെക്ടർ എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ടവർ, ഈഫൽ ടവർ ആകുമ്പോൾ ആ വെക്ടറിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി ഇറ്റ്സ് എ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ജനറലി. ഓക്കെ, അല്ലെങ്കിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ മാട്രിക്സ് അഡീഷൻ ഓപ്പറേഷനൊക്കെയാണ് നമ്മൾ സാധാരണ ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടാവുക. അപ്പോൾ 3 വെക്ടേഴ്സുമായിട്ട് 3 ട്രാൻസ്ഫോർമേഷൻസ് നടക്കും. ഒന്ന് ക്വറി വെക്ടർ, 2 കീ വെക്ടർ, 3 വാല്യൂ വെക്ടർ. അതിന് നമുക്ക് QKV എന്ന് വിളിക്കാം. എന്താണ് ക്വറി വെക്ടർ എന്ന് പറഞ്ഞാൽ? ക്വറി വെക്ടർ എന്ന് പറഞ്ഞാൽ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ക്വസ്റ്റ്യൻ എ ടോക്കൺ ഈസ് ആസ്കിങഗ്. ഒരു ടോക്കൺ, ക്രിയേച്ചർ എന്ന് പറയുന്ന ടോക്കൺ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത്? ഇതിൽ മറ്റു ടോക്കൺസിൽ ഞാൻ എന്തെല്ലാമാണ് നോക്കുന്നത്, എങ്ങനെയെല്ലാമാണ് മറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ടോക്കൺസ് സ്വാധീനിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് എ നൗൺ, ഒരു നൗണിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ അഡ്ജക്റ്റീവ്സ് അസോസിയേറ്റഡ് വിത്ത് മീ? ക്രിയേച്ചർ എന്നുള്ള വേർഡ് ചോദിക്കുകയാണ്. ക്രിയേച്ചറിന്റെ ക്വറി എന്താണ്? ക്രിയേച്ചറിന്റെ ക്വറി വാട്ട് ആർ ദ അഡ്ജക്റ്റീവ്സ് അസോസിയേറ്റഡ് വിത്ത് മീ? എന്നെ ഡിഫൈൻ ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ്, നാമവിശേഷണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ചോദിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ദ ക്രിയേച്ചർ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ മുമ്പിലുള്ള നാമവിശേഷണങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരു ക്രിയേച്ചർ, അപ്പോൾ ഒരു WQ മാട്രിക്സ് ഉണ്ടാവും. ഇതൊരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ക്വറി ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്നത്. വീണ്ടും ഈ മെട്രിക്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ബാക്ക് പ്രൊപ്പഗേഷനിലൂടെയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പ്രോബ്ലി മറ്റൊരു വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്, ഈ വീഡിയോക്ക് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ തന്നെ വലിയൊരു അറ്റംപ്റ്റ് ആണ്, ഒരു ഹിമാലയൻ അറ്റംപ്റ്റ് ആണ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു അറ്റംപ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പ്രൊപ്പഗേഷനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്വറി ചെയ്യുകയാണ്. ഓക്കെ, ക്വറി ചെയ്യുകയാണെന്ത്, എൻ്റെ മുമ്പിൽ വേറെ അഡ്ജക്റ്റീവ്സ് ഉണ്ടോ? എന്താണ് കീ എന്ന് പറയുന്ന കൺസെപ്റ്റ്? കീ തിരിച്ച് ഉത്തരം പറയാണ്. ഒരു ടോക്കണിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. വാട്ട് ഡു ഐ ഹാവ് ടു ഓഫർ ടു അതേഴ്സ്? ബാക്കിയുള്ളവർക്ക് ഞാൻ എന്താ കൊടുക്കാനുള്ളത്? ക്വറി എന്നുള്ളത് സ്വയം ചോദിക്കുകയാണ്, മറ്റുള്ളവർക്ക് നിന്ന് എനിക്ക് എന്താ കിട്ടാനുള്ളത്? ക്വറി എന്നുള്ളത്, കീ എന്നുള്ളത് നമ്മൾ പറയാണ് ഞാൻ എന്താണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളത്. ഇൻ അവർ കേസ് നമ്മൾ ഈ ഒരു എല്ലാ വേർഡ്സിനോടും ക്വറി ചെയ്യാണ് ക്രിയേച്ചർ. എയോട് ചോദിക്കുകയാണ് നീ അഡ്ജക്റ്റീവ് ആണോ? നോ. ഫ്ലഫിയോട് ചോദിക്കുകയാണ് നീ അഡ്ജക്റ്റീവ് ആണോ? യെസ്. ഫ്ലഫിയുടെ കീ ആണെന്ത്? അത് അഡ്ജക്റ്റീവ് ആണ് എന്നുള്ളത്. ബ്ലൂവിനോട് ചോദിക്കുകയാണ് നീ അഡ്ജക്റ്റീവ് ആണോ? യെസ്. ബ്ലൂയുടെ കീ വാല്യൂ ആണെന്ത്? അത് അഡ്ജക്റ്റീവ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇൻ അവർ കേസ് ആ വേർഡ്സ് പറയുകയാണെന്ത്? ഞാനൊരു അഡ്ജക്റ്റീവ് ആണ്. കീ ആണ് എന്ന് വെച്ചാൽ കീ എന്ന് പറയുന്ന എൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഞാൻ ഒരു അഡ്ജക്റ്റീവ് ആണ് എന്നുള്ള ആ ചോദ്യത്തിന്, ക്വറിക്ക് ഉത്തരം പറയുകയാണെന്നുള്ളത് സങ്കല്പിച്ചാൽ മതി. ഓക്കെ, സോ കീസ് ആർ മാച്ചിങ് വിത്ത് ക്വറീസ് അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഫ്ലഫി പറയുകയാണെന്ത്? അതാ ക്രിയേച്ചർ ചോദിക്കുകയാണ് എൻ്റെ മുമ്പിൽ വല്ല അഡ്ജക്റ്റീവ്സ് ഉണ്ടോ? അപ്പോൾ ബ്ലൂ പറയുന്നു ഇതാ ഞാൻ അഡ്ജക്റ്റീവ് ആണ്. ഫ്ലഫി പറയുന്നു ഞാനും അഡ്ജക്റ്റീവ് ആണ്. ഞാൻ ക്രിയേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന, ഞാൻ ഫ്ലഫി ക്രിയേച്ചർ ആണെന്നാണ് പറഞ്ഞു തരുന്ന അഡ്ജക്റ്റീവ് ആണ്. ഞാൻ ബ്ലൂ ക്രിയേച്ചർ ആണെന്ന് പറഞ്ഞു തരുന്ന അഡ്ജക്റ്റീവ് ആണ് അല്ലേ? അപ്പോൾ ആക്ച്വലി ഈ ക്രിയേച്ചർ എന്നുള്ളത്, കീ എന്നുള്ളത് ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കീ മെട്രിക്സ് വെച്ച് നമ്മുടെ എംബഡിങ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും, ക്വറി മെട്രിക്സ് വെച്ചും എംബഡിങ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് വീണ്ടും നമുക്ക് പുതിയ വെക്ടേഴ്സ് കിട്ടും. Q1 എന്നുള്ള ക്വറീസും K1 എന്നുള്ളത് അല്ലെങ്കിൽ KN KI എന്നുള്ളതൊക്കെ കീ മെട്രിക്സും നമുക്ക് കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്ട്സ് നമ്മൾ എടുക്കും. ഓരോ കീ ക്വറി പെയറും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്ട്സ് നമ്മൾ എടുക്കും. ഓക്കെ, ഇപ്പം എക്ക് ഒരു കീ ക്വറി പെയർ ഉണ്ടാവും, ഫ്ലഫിക്ക് ഒരു കീ ക്വറി പെയർ ഉണ്ടാവും. ഇത് ഓരോന്നും തമ്മിൽ എയും തമ്മിൽ, എയും ഫ്ലഫിയും തമ്മിൽ, ഫ്ലഫിയും ബ്ലൂവും തമ്മിൽ, ബ്ലൂവും ക്രിയേച്ചറും തമ്മിൽ നമ്മൾ മാത്തമാറ്റിക്സിലെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാര്യം എടുക്കും. ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? രണ്ട് വെക്ടേഴ്സ് തമ്മിലാണ് ഡോട്ട് പ്രൊഡക്ട്സ് ഉണ്ടാവുക. ഡോട്ട് പ്രൊഡക്ട്സ് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? പോസിറ്റീവ് ആവുന്നത് രണ്ടും സെയിം ഡിറക്ഷനിലാവുമ്പോഴാണ് ഡോട്ട് പ്രൊഡക്റ്റ് പോസിറ്റീവ് ആവുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുന്നത് എപ്പോഴാണ്? രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് രണ്ട് വെക്ടേഴ്സ്
വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെ സോറി ഡോട്ട് പ്രൊഡക്റ്റ് 0, വെക്റ്റർ പ്രൊഡക്റ്റ് അല്ല ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുന്നത്. നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? രണ്ട് വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നത് അല്ലേ. രണ്ട് വെക്റ്റേഴ്സ് സിമിലർ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുക. രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുക. രണ്ട് വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ മാത്സിൽ എന്തിനാണ് ഡോട്ട് പ്രൊഡക്റ്റ് പഠിക്കുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു മെഷറാണ്. രണ്ട് വെക്റ്റേഴ്സ് ഇതേപോലെ രണ്ട് വേർഡ്സ് തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടവറും ഗേറ്റും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ടവർ എന്നുള്ളതും ഒരു ബിൽഡിംഗ് എന്നുള്ളതും ബന്ധമുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തത് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. ഡോട്ട് പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും ഫാർ അവേ വെക്റ്റേഴ്സ് ആണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്റ്റേഴ്സ് ആണെന്നാണ് അർത്ഥം. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആണ് എന്നുള്ള അർത്ഥം. ഇത്തരത്തിലുള്ള ഒരുപാട് ഫിസിക്കൽ മീനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ മാത്സിൽ പഠിക്കുന്ന ഡോട്ട് പ്രൊഡക്റ്റിന് സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് എ അമേസിംഗ് കൺസെപ്റ്റ് റൈറ്റ്. ഈ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇത്രയും കാലം പഠിച്ച മാത്തമാറ്റിക്സിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മെട്രിക്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, പ്രോബബിലിറ്റി എവിടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ബാക്ക് പ്രൊപ്പഗേഷനിൽ ഒരുപാട് കാൽക്കുലസ് വരും, അതിലോട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് മാത്സിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കൽ കൂടിയാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത്. ഈ വീഡിയോ ഈ ഭാഗം ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല, ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ. ബട്ട് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഡു ദാറ്റ്. ഓക്കെ, ഇത് കാണുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മാത്സിനോട് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ്, ലീവ് എ കമൻറ്റ്, ദാറ്റ് വിൽ ബി സോ മച്ച് ലവ്ലി ടു മീ. ഈ ഒരു പോയിന്റിലൊക്കെ നിങ്ങളൊരു കമൻറ്റ് ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി സോ മച്ച് ഹാർട്ട് വാർമിംഗ് ടു മീ. ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ വിൽ ഡു ദാറ്റ്. ഓക്കെ, സോ എനിവേ നമ്മളൊരു ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈ കീ ക്വറി പെയർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഫ്ലഫിയും ബ്ലൂവും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ്, ഫ്ലഫിയും ക്രിയേച്ചറും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കൂടുതലായിരിക്കും. കാരണം കീ ക്വറി മാച്ച് ചെയ്യാണ്. അതേപോലെ തന്നെ ബ്ലൂവും ക്രിയേച്ചറും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കൂടുതലായിരിക്കും. എന്നാൽ എയും ഫ്ലഫിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ഒരു അഡ്ജക്റ്റീവ് ആണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വാക്കുകൾ തമ്മിലാണ് കൂടുതൽ ബന്ധങ്ങളുള്ളത് എന്ന് മനസ്സിലാവും ഈ കീ ക്വറി തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതോട് കൂടിയിട്ട്. ഓക്കെ, സോ വി സേ ദാറ്റ് ദിസ് ഫ്ലഫി അറ്റൻഡ് ടു ക്രിയേച്ചർ അല്ലെങ്കിൽ ബ്ലൂ അറ്റൻഡ് ടു ക്രിയേച്ചർ എന്ന് നമ്മൾ പറയും അല്ലേ. ഇത് ഈ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞ് ഈ ഡോട്ട് പ്രൊഡക്റ്റ് വലുതാവുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ചോദിച്ച ക്വറിക്കുള്ള ഉത്തരം പറയുന്ന വേർഡ്സ് ആണ് ഇത് എന്നുള്ളത് മാത്തമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. എന്നാൽ ഒരു ബന്ധമില്ലാത്ത ചില വേർഡ്സ് ഉണ്ടാവും. ദ എന്നുള്ളത് ചിലപ്പോൾ അഡ്ജക്റ്റീവ് അല്ല, ദയും ക്രിയേച്ചറും തമ്മിൽ എന്തില്ല, ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? നെഗറ്റീവാണ്. ഇങ്ങനെ മാത്തമാറ്റിക്കലി നമ്മൾ അൾട്ടിമേറ്റ്ലി മാത്തമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കുകയാണ് രണ്ട് വേർഡ്സ് തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളത്. ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും. ഈ ഇതാണ് ഇത് പേപ്പറിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അറ്റൻഷൻ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ ഓഫ് Q ഇൻറ്റു K ട്രാൻസ്പോസ് ബൈ റൂട്ട് ഓഫ് ഡി കെ എന്നുള്ളത് ഈ ഐ തിങ്ക് ഇറ്റ്സ് ദ കോണ്ടാക്ട് സൈസ് ഓർ സംതിങ്. ഓക്കെ, എനിവേ ഇതിനൊന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി കെ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ റൂട്ട് ഡി കെ എന്നുള്ള പാരാമീറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. അവസാനം നമ്മൾ വി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ് വി എന്നുള്ളത് കൂടി നമുക്ക് പറയാം അല്ലേ. എന്നിട്ട് ഇതിനെതാ നമ്മൾ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ നമ്മൾ നടത്തും. എന്തിനാ? എല്ലാത്തിനും ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലോട്ട് 0 to 1 ഡിസ്ട്രിബ്യൂഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കറിയാം ഏത് വേർഡ് ഏതിനെ സംബന്ധിച്ചിടത്തോളം റെലവൻ്റ് ആണ്. ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വേർഡ് ഉണ്ട്, റെലവൻ്റ് ആണ്. ക്രിയേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ബ്ലൂവും ഫ്ലഫിയും റെലവൻ്റ് ആണ്. ഇപ്പം അതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എന്ത്? എംബഡിങ് അപ്ഡേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദ ക്രിയേച്ചർ എന്നുള്ളത് ഇവിടെയാണുള്ളത്. ഇതിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ഫ്ലഫി ക്രിയേച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഫറി ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിലോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറുകയാണ്, എംബഡിങ്സ് നമ്മൾ മാറുകയാണ്. ഇനി അതൊരു ബ്ലൂ ക്രിയേച്ചർ കൂടി ആകുമ്പോൾ വീണ്ടും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വാല്യൂ മെട്രിക്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടും. അപ്പോൾ വാല്യൂ മെട്രിക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ഒരു കണ്ടന്റ്, ആക്ച്വലി ഇൻഫർമേഷൻ ദാറ്റ് എ ടോക്കൺ ക്യാൻ പ്രൊവൈഡ് ഇഫ് ഇറ്റ്സ് ഡീംഡ് റെലവൻറ്റ്. ഇത് റെലവൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂ മെട്രിക്സ് എംബഡിങ്ങുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് എ ന്യൂ വെക്ടർ വിച്ച് മോർ എന്താ പറയുക കുറച്ചുകൂടി റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. ഇവിടെ ഫ്ലഫി എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ബ്ലൂ എന്നുള്ള ഒരു സംഭവത്തിൻ്റെ മീനിങ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ എംബഡിങ് വെക്ടറിനെ ചേഞ്ച് ചെയ്യുന്ന
അല്ലേ? അങ്ങനെ പുതിയ എംബഡിങ് കിട്ടുന്ന വെക്ടറിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂ മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലഫി ബ്ലൂ അതിനൊക്കെ എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള, റൈറ്റ്, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രിയേച്ചറിനെ നമ്മൾ ഈ വാല്യൂ മെട്രിക്സ് ഓരോന്നിനും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡെൽറ്റ ഇ കിട്ടും, ഒരു ഡിഫറൻസ് കിട്ടും. ആ ഡിഫറൻസ് നമ്മൾ ആക്ച്വൽ എംബഡിങ്ങിനോട് ആഡ് ചെയ്താൽ നമുക്ക് പുതിയ എംബഡിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടും. ഇതാണ് അറ്റൻഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഇങ്ങനെ ഓരോ വേർഡിനും നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് 3 മെട്രിക്സുകളാണ് ഇതിൽ പ്രധാനം, ക്വറി, കീ ആൻഡ് വാല്യൂ. ഇനി ഈ 3 മാത്രമാണോ, ഇതിപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തില്ല, ഒരു നൗണിന് അഡ്ജക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. എന്നാൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെ എഫക്ട് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ, ദ ക്രാഷ് ദ കാർ ഇൻ ടു എ ട്രീ. അപ്പോൾ നമ്മൾ കാർ എന്ന് പറയുമ്പോൾ ഒരു മനോഹരമായ പുതിയ കാർ ആണെങ്കിൽ ക്രാഷ്ഡ് കാർ എന്ന് പറയുമ്പോൾ ഇതൊരു വെർബാണ്. ആ വെർബ് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അഡ്ജക്റ്റീവ് മാത്രമല്ല, അല്ലേ? ക്രാഷ് ചെയ്ത കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില്ല് ഒക്കെ പോയ ഒരു കാറായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ക്രാഷ് ചെയ്ത കാർ അല്ലെങ്കിൽ ട്രീയുമായി ക്രാഷ് ചെയ്ത കാർ എന്നുള്ളതും എന്താണ്, ഇതിൽ വളരെ ഒരു അഡ്ജക്റ്റീവ് മാത്രമല്ല, ഒരു വേർഡും അതേപോലെ തന്നെ ഒരു വേർബും ചിലപ്പോൾ മറ്റൊരു നൗണൊക്കെ ഇതിനെ എഫക്ട് ചെയ്തേക്കാം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഹാരി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഹാരി എന്നുള്ള പറയുന്ന ഒരു സെന്റൻസിൽ വിസാർഡ്, ഹോഗ്വാർട്സ്, ഹെർമിയോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹാരി ആരാണ്, ഇത് ഹാരി പോട്ടറാന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മെഷീന് മനസ്സിലാവും. എന്നാൽ ക്യൂൻ, സസെക്സ്, വില്യം ഒക്കെയാണ് വരുന്നതെങ്കിലോ ഇത് പ്രിൻസ് ഹാരിയാണ്, ഇംഗ്ലണ്ടിലെ UK പ്രിൻസ് ഹാരിയാണ് എന്നുള്ളത് മനസ്സിലാവും. കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ബാക്കി നൗൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആക്ച്വലി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സിംഗിൾ ഹെഡഡ് അറ്റൻഷനിൽ നിന്ന് മൾട്ടി ഹെഡഡ് അറ്റൻഷനിലോട്ട് പോകുന്നത്. ഒരു ഒറ്റൊന്ന് മാത്രമല്ല, പല രീതിയിലുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, പല രീതിയിലുള്ള ഒരു അറ്റൻഷൻ മെക്കാനിസം, അല്ലേ? അപ്പോൾ ഈ ഓരോ അറ്റൻഷനും ഇപ്പോൾ ഒന്ന് അഡ്ജക്റ്റീവ് ആണോ, ഒന്ന് നൗൺ ആണോ, ഒന്ന് വേർബ് ആണോ, എന്താണ് എഫക്ട് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള 96 അറ്റൻഷൻ ഹെഡ്സ് GPT-3 പറഞ്ഞാൽ 96. ഈ 96ഉം ഷുഡ് റൺ ഇൻ പാരലൽ. ഈ 96നും ഡിഫറെൻറ്റ് ക്വറി, കീ, വാല്യൂ മെട്രിക്സുകൾ ഉണ്ടാവും. ഓരോന്നിനും ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. 96 ഡിഫറെൻറ്റ് കീ, ക്വറി, വാല്യൂ മെട്രിക്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി എത്രത്തോളം കാൽക്കുലേഷൻസ് അറിയണത്. എല്ലാം എന്താണ്, എല്ലാം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, എല്ലാം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താ, 2 ഓപ്പറേഷൻസാണ്. ഒന്ന് മൾട്ടിപ്ലിക്കേഷനും 2 അഡീഷനും, അല്ലേ? ഒരു റോയും കോളും തമ്മിൽ മെട്രിക്സ് വേർഡ്സ് തമ്മിൽ വാല്യൂസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. ഇതാണ് ആക്ച്വലി ഒരു AI മോഡലിൽ നടക്കുന്നത്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അഡീഷൻ. പിന്നെ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻസ് പോലത്തെ ഇത്തരം ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഒറിജിനൽ എംബഡിങ്ങിനോട് ഇത്തരത്തിലുള്ള 96 മൾട്ടി ഹെഡ് അറ്റൻഷനിലുള്ള ഡെൽറ്റകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയൊരു വേർഡ് കിട്ടുക. അപ്പോൾ ഇത്രയധികം കാൽക്കുലേഷൻസ് ആക്ച്വലി AI മോഡലിൽ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഈ AI മോഡൽസിൻ്റെ ഉള്ളിൽ കാൽക്കുലേഷൻ നടക്കാനാണ് നമുക്ക് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് അഥവാ GPUs വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അവസാന അപ്ഡേറ്റഡ് എംബഡിങ് കിട്ടുന്നു. അതിനനുസരിച്ച് നമ്മൾ അൺഎംബഡിങ് മാട്രിക്സുമായി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് വേർഡ് പ്രോബിലിറ്റി കൂടിയ വേർഡ് നമ്മൾ എടുക്കുന്നു. ഇതാണ് ഒരു GPT-യിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് ഒരു GPT നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു കമൻറ്റ് ഇടണം. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നോ എന്താണെന്ന്. കാരണം ഇത്രയധികം നിങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ഞാൻ എൻ്റെ എഫേർട്ടിനപ്പുറം ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാവ് സ്പെൻഡ് കൗണ്ട്ലെസ് ഡേയ്സ്, ഒരുപാട് ഡേയ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയധികം എഫേർട്ട് ഇട്ട വേറൊരു വീഡിയോ ഇല്ല. ഒരു പക്ഷേ എൻ്റെ വീഡിയോസിലെ ആളുകൾ ഏറ്റവും കുറവ് കാണാൻ സാധ്യതയുള്ള വീഡിയോ ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ളത്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു ദിസ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇത് അത്രയധികം ആളുകൾ കാണണമെന്നോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണണമെന്നോ 10,000-കണക്കിന് ആൾക്കാർ കാണണം എന്ന് പോലും എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പക്ഷേ ഇതൊരു 100 ആളുകൾ കണ്ട് ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയാൽ ഐ വിൽ ബി വെരി പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് അത്രയും സന്തോഷമുള്ള വേറെ ഏത് വീഡിയോ നിങ്ങൾ കാണുന്നതിനേക്കാളും സന്തോഷമുള്ള കാര്യമില്ല. കാരണം ഈ വീഡിയോ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇഫ് സമ്മൺ ഈസ് ദർ, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ പേഷ്യൻസ്. ഈ വീഡിയോ നിങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ടാവും. സോ ജസ്റ്റ് ലീവ് എ കമൻറ്റ് സോ ദാറ്റ് ഐ നോ, എനിക്കറിയണം നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പ്രോബ്ലി വാട്ട് യു ഡു എന്നുള്ളതോ, നിങ്ങൾക്ക് ഇതിന് എന്ത് കിട്ടി എന്നുള്ളതോ, നിങ്ങളുടെ പേരോ, നിങ്ങളെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതോ, നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അതോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഐ വിൽ ബി വെരി ഹാപ്പി. അത് കമൻറ്റ് ചെയ്യുന്ന എന്തിനാ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയുമ്പോൾ എനിക്കൊരു സന്തോഷം. അതൊരു 5 ആളാണെങ്കിൽ 10 ആളാണെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്.
ഓക്കെ, സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ബട്ട് ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ഇഫ് പീപ്പിൾ ആർ ദർ ഐ പുട്ട് ദാറ്റ് എഫേർട്ട്. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്സിനെ കുറിച്ച്, ബാക്ക് പ്രൊപ്പഗേഷനെ കുറിച്ച്, LLMs എങ്ങനെയാണ് ഫാക്ട്സ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ടു 3 Blue 1 Brown, അതേപോലെ തന്നെ ഉമർ ജമീൽ, ആൻഡ് ദ അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് പേപ്പർ. ഓക്കെ, വിതൗട്ട് ദാറ്റ് ഐ വുഡന്റ് ബി ഏബിൾ ടു ഡു ദിസ് പ്രസന്റേഷൻ. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. If you have watched till now, obviously you are going to subscribe this channel, right? അല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ആൻഡ് ഷെയർ വിത്ത് ദിസ് യുവർ ഫ്രണ്ട്സ്, anyone who is interested, only with the interested people. I hope you are able to appreciate some beauty of mathematics through this video. Thanks a lot. Thanks for your patience. Bye.